അപ്പോൾ മോൻ്റെ ടിഫിൻ ബോക്സ് പാക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. രാവിലെ വാഫിൾ ആക്കുന്നുണ്ട്. വാഫിൾ ഒരു 15 മിനിറ്റ് ഈ ഒരു ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം വാഫിൾ മേക്കർ ചൂടാക്കിയ ശേഷം നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റുള്ള സംഭവം റെഡിയായി കിട്ടും. ഈ വാഫിളിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് നമ്മളെ കേക്ക് മിക്സ് ഇല്ലേ, കേക്കിൻ്റെ ബാറ്ററില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ ഗോതമ്പിനെ കൊണ്ടും ആക്കാം വാഫിൾ. പിന്നെ രാവിലത്തെ സ്നാക്ക് ടൈമിലേക്ക് മോന് 2 സ്നാക്ക് ടൈം ഉണ്ട്. രാവിലത്തെ സ്നാക്ക് ടൈമിലേക്ക് ഒരു കപ്പ് കേക്ക് ആക്കുന്നത്. എന്നും നട്ട്സും ഫ്രൂട്ട്സും ആക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മടുക്കും. നമ്മൾ മാറിയിട്ട് ഓരോന്നാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് വാഫിൾ, അതിൻ്റെ മുകളിലേക്ക് ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ന്യൂട്ടെല്ല ഹോം മെയ്ഡാണ്, വാങ്ങിയതല്ല. ഒരുപാട് മധുരമൊന്നും ഇല്ല അതിന്. വാഫിളിന് തന്നെ മധുരമുണ്ട്. നമ്മൾ തേൻ ഒഴിക്കുമല്ലോ വാഫിളിൽ, അപ്പോൾ അതിൻ്റെ അതൊരു മധുരമുണ്ട്. ഇത് ഞാൻ 2 പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് 2 പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് 1.25 മണിക്കൂറോളം അവിടെ നിന്നാണ്, അതിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ടൈം കൂടുതലുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും മക്കൾ വെറുതെ ഇരിക്കുമ്പോൾ വിശക്കും. അപ്പോൾ ഷെയർ ചെയ്യാം, കഴിക്കാം. അതാണ് ലാസ്റ്റ് വൈകുന്നേരത്തെ സ്നാക്ക് ബോക്സിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഈ സ്നാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലെസ്സാണ്. ഈ ഒരു വാഫിളിൻ്റെ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ ലഞ്ച് ബ്രേക്കിലേക്ക് ചോറാണ് ആക്കി കൊടുക്കുന്നത്. ഈ ഒരു ടിഫിനിലാണ് ഇന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2-2.5 തവിയോളം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ക്യാബേജ് തോരൻ, ക്യാബേജ് ഉപ്പേരിയാണ് നമ്മൾ ആക്കി കൊടുക്കുന്നത്. ക്യാബേജ് ഉപ്പേരി എന്നാണ് കണ്ണൂർ ഭാഷയിൽ പറയുക. അപ്പോൾ തോരനും മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ക്യാബേജ് ഉപ്പേരി ഒരു കുറച്ചാക്കി കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ അടച്ചു വെച്ച ശേഷം ഓർമ്മിച്ചത് കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് അതിൻ്റെ കുറച്ച് ചാറാ ചോറിലാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ. അപ്പോൾ ഒരു സ്പൂണിനടുത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലത്തെ തട്ടിലേക്ക് അവിയലാണ് ആക്കി കൊടുക്കുന്നത്. അവിയലാണ് ഇന്നത്തെ കറി. അങ്ങനെ അവിയലാക്കി കൊടുക്കുന്നുണ്ട് 2 സ്പൂണ്. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. നല്ല ടൈറ്റുള്ള ടിഫിൻ ബോക്സാണ്, ഒന്നും ലീക്കാവൊന്നുമില്ല. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ ഇടുന്നത് പണ്ട് മുതലേ, ചെറുപ്പം മുതലേ എനക്കലുള്ള ടൈപ്പ് ടിഫിനാണ് ഇത്. അപ്പോൾ അതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മറക്കാണ്ടാക്കേണ്ടത് ഒരു കുപ്പി വെള്ളം. ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ സ്റ്റീൽ കോട്ടിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ടിഫിൻ ബോക്സ് പാക്കിംഗ് റെഡിയായി. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവേണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.